ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ടാണ് കലാശക്കൊട്ട്. കൊല്ലത്തെ വിവരങ്ങളുമായി അരുൺ രാജ് ചേരുന്നു. അരുൺ, ശക്തമായ LDF UDF മത്സരം നടക്കുന്ന മണ്ഡലം. എന്താണ് ഒടുവിലത്തെ വിവരങ്ങൾ? വേണു, ഏറ്റവും പ്രധാനപ്പെട്ടത് NK പ്രേമചന്ദ്രൻ MPയുടെ ജനപ്രീതി അല്ലെങ്കിൽ ആ ജനപിന്തുണയെ മറികടക്കാൻ മുകേഷിന്റെ താരപരിവേഷത്തിന് കഴിയുമോ എന്നുള്ളതാണ് കൊല്ലം മണ്ഡലം ഉറ്റുനോക്കുന്നത്. ആവനാഴിയിൽ അവസാന ആയുധമായാണ് മുകേഷിനെ കളത്തിലിറക്കിയുള്ള CPM പ്രചരണവും CPMന്റെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനമടക്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. CPM ഇതുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രന്റെ വ്യക്തിപരമായ അറ്റാക്കുകളിലേക്ക് പോകാതെ വികസനവും അതുപോലെ തന്നെ മോദി പ്രശംസകളും മോദി വിരുന്നുകൾ പങ്കെടുത്തതും അടക്കമുള്ള കാര്യങ്ങളാണ് NK പ്രേമചന്ദ്രന്റെ ഇടതുമുന്നണി ആയുധമായി ഉപയോഗിച്ചതെല്ലാം. മണ്ഡലത്തിന് താഴെത്തട്ടിൽ വരെ ഇത് പ്രധാന പ്രചരണ വിഷയമായി CPM കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഇതിനെ മറുവശത്ത് UDF ക്യാമ്പുകൾ പ്രതിരോധിച്ചത് NK പ്രേമചന്ദ്രന്റെ മതേതൃത്വ മുഖവും അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ നടത്തിയ വികസന നേട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള നയരേഖകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു. അത് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കും നേരിട്ടറിയുന്നതാണെന്നും പ്രേമചന്ദ്രന്റെ മതേതൃത്വ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും UDF ക്യാമ്പുകൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ വിള്ളലുണ്ടാകുമോ എന്നുള്ള ഭയമാണ് ഈ നിലവിൽ UDF ക്യാമ്പുകൾക്കുള്ളത്. എന്തായാലും ഈ മത്സരം ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം NDA വോട്ടുകൾ തന്നെയാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിക്ക് BJPക്ക് അതീതമായ വോട്ടുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ അത് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ചെറുതല്ലാത്തതാകും. ഒരുപക്ഷെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തിൽ അത് പുതിയ ചരിത്രം കൂടി എഴുതുന്ന രീതിയിലാകും. UDF സ്ഥാനാർത്ഥിക്ക് ഈ BJP വോട്ടുകൾ കിട്ടുന്നുവെന്ന ആക്ഷേപം മുൻകാലങ്ങളിലടക്കം ഇടതുമുന്നണി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ആ ആക്ഷേപങ്ങൾ ഇത്തവണ ഉണ്ടാകില്ല. കാരണം ഇത്തവണ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ അത് പ്രേമേന്ദ്രന്റെ പരാജയവും ഇടതുമുന്നണിയുടെ വിജയവുമാണെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു. പക്ഷേ ഇടതുമുന്നണിക്കെതിരായ ഭരണവിരുദ്ധ വികാരം അത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറും എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെയും കണക്കുകൂട്ടൽ. എന്തായാലും പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു മണ്ഡലമായി ഇപ്പോൾ കൊല്ലം മാറിയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം UDFും LDFും തമ്മിൽ നടക്കുന്നു. തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ NDA ക്യാമ്പും തികഞ്ഞ പരിശ്രമത്തിലാണ്. പ്രവചനങ്ങൾക്കതീതമായ പോരാട്ടം നടക്കുന്നു കൊല്ലം മണ്ഡലത്തിൽ എന്നാണ് അരുൺ രാജ് നൽകുന്ന വിവരം.